ചാനലിൽ അപ്ലോഡ് ചെയ്ത മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി ലഭിക്കുവാൻ ഈ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണുന്ന പ്ലേലിസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലുള്ള മുഴുവൻ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ആയി തന്നെ കാണാവുന്നതാണ്. ഓരോ ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. എല്ലാവർക്കും നമസ്കാരം. സാഫിർജാൻ EXന്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ പലിശ കണക്കാക്കുക. അതായത് നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന് മുകളിൽ ഇത്ര ശതമാനം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്ര നിശ്ചിത സമയത്തേക്ക് എത്ര ഉണ്ട് നമ്മുടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി, അത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ലോൺ എടുത്തത് മാത്രമല്ല, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ എത്ര ഉണ്ടെന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രമേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം, എന്നാൽ വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ഒരു സംഭവം കൂടിയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ടാലി പ്രൈമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം ലോണിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ലോണിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജറായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് ഓപ്ഷനിൽ വന്നു. അതിൽ ലെഡ്ജർ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ എടുക്കുന്നു. ലെഡ്ജർ എടുത്ത ശേഷം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് SBI ലോണിനാണ്. നമ്മൾ SBI ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്ന് കരുതാം. അങ്ങനെ SBI ലോൺ, അതിൻ്റെ അണ്ടർ എന്തായാലും ലോൺസ് ലൈബിലിറ്റിയാണ്. പക്ഷേ നമുക്കൊരു ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ ഓപ്ഷൻ വരണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കീബോർഡിൽ F11 ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ F11 ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ ഓപ്ഷൻ വരും. കണ്ടോ? അപ്പോൾ F11 എന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഉണ്ട് നമുക്ക് എനാബിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ S കൊടുത്തു. ഓക്കെ, അത് ആക്റ്റീവ് ചെയ്തു. S കൊടുത്ത ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക, ശേഷം സേവ് ചെയ്യുക. എൻ്റർ ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചോദിക്കുന്നതോട് നമ്മൾ നേരെ എൻ്റർ എടുക്കുക. അങ്ങനെ സേവ് ചെയ്തു. ഇനി നമ്മൾ കൊടുക്കാൻ പോണത് ഈ ആക്റ്റീവ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. ഇപ്പോൾ ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ടോ? കണ്ട, ലോണിൻ്റെ താഴെയായിട്ട് വന്നിട്ടുണ്ട് ആക്റ്റീവ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. അത് S കൊടുക്കുക. അത് S കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ എത്രയാണ് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വരും. അപ്പോൾ അവിടെ ഉണ്ടാവും നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഫോർ എമൗണ്ട് ആഡഡ്, അതിലെ മുകളിലത്തെ ആഡഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ആക്റ്റീവ് ആയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോൺ എടുത്തതിന് ശേഷം ഇതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നടക്കുമ്പോൾ പേയ്മെൻറ്റും ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ ശേഷമുള്ള ബാലൻസ് ഇൻട്രസ്റ്റ് ആയിട്ട് കാണിക്കാൻ അങ്ങനെ തന്നെ അല്ല വരിക. അതായത് ഇപ്പോൾ നമ്മൾ 1 ലക്ഷം ലോൺ എടുത്തു, ഒരു 10,000 രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു, അതായത് ലോൺ അടച്ചു തീർത്തു, ബാക്കിയുള്ള എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് അല്ലേ പിന്നെ കാണാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ എമൗണ്ടിന് ആഡഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ S കൊടുക്കുക. നോട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് എഫക്റ്റ് ചെയ്യില്ല. ഇനി അതായത് ഇൻട്രസ്റ്റിൽ നമുക്ക് ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് എഫക്റ്റ് ചെയ്യില്ല. അതായത് പിന്നീട് പേയ്മെൻ്റ് ഒക്കെ നടന്നു പോകുമല്ലോ, നമ്മൾ ഇൻട്രസ്റ്റ് ലോൺ എമൗണ്ട് അടച്ചു പോകുമ്പോൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടപ്പോൾ മനസ്സിലാവും. പിന്നെ ഫോർ എമൗണ്ട് ഡിഡക്റ്റഡ് നിങ്ങൾ നോർമൽ കൊടുത്താൽ മതി. ഇനി അതിന് ശേഷം റേറ്റ് എന്നുള്ളിടത്ത് 10% കൊടുത്തു, അതായത് 10%. പിന്നെ പെർ എന്നുള്ളിടത്ത് കലണ്ടർ ഇയർ, അതായത് നമ്മൾ ലോൺ എടുത്തിട്ടുള്ളതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് 10%, അത് 1 വർഷത്തിനാണ്. പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ക്രെഡിറ്റ് ബാലൻസ് ഓൺലി സെലക്ട് ചെയ്യുക, ഓൺ എന്നുള്ളിടത്ത്. ഇത്രയും കാര്യങ്ങൾ അവിടെ സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ കലണ്ടർ ഇയറിനെ ബേസ് ചെയ്തിട്ടാണ്, എന്ന് വെച്ചാൽ 365 ദിവസം കറക്റ്റ് ആയി കഴിഞ്ഞാൽ, അതായത് കലണ്ടർ ഇയർ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് നമുക്ക് 10% ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നത്. ഇനി നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത ശേഷം ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളിടത്ത് ഞാൻ കൊടുത്തു 1 lakh, അതായത് 1 ലക്ഷം. 1 ലക്ഷത്തിൻ്റെ 10% 1 വർഷത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത് നമുക്കിനി കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിത് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്തു. ഇത് നമുക്ക് വേറെ ട്രാൻസാക്ഷനൊന്നും ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ചെയ്യണില്ല. നേരെ എന്ത് ചെയ്യണേ, ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നമ്മൾ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്, അഥവാ നമ്മൾ റിപ്പോർട്ട് എടുക്കുക. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളെടുത്തു. അതിലുണ്ടാവും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിലുണ്ടാവും ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും ഇൻട്രസ്റ്റ് പേയബിൾ. ഇൻട്രസ്റ്റ് റെസീബിൾ എടുക്കരുത്, അത് നമുക്ക് റിസീബിളായിട്ട് കിട്ടാനുള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് പേയ്മെൻ്റ് അല്ല, കൊടുക്കാനുള്ളതല്ലേ.
അപ്പോൾ ലോണിൽ ഒരു എൻ്ററും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് SBI ലോൺ എന്ന് കാണാം. അപ്പോൾ ഇതിവിടെ കാണിക്കുന്നുണ്ട് 27.40. അത് ഒരു ദിവസത്തെ ഇൻട്രസ്റ്റാണ്. നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാം, അതായത് ഒരു ദിവസത്തെ ഇൻട്രസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഒരു വർഷത്ത് കിട്ടണമെങ്കിൽ കീബോർഡിൽ Alt F2 അടിക്കുക. Alt F2 അടിച്ചിട്ട് ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുക്കുക നിങ്ങൾ. അതായത് ഒരു വർഷം 31/3, അതായത് നമ്മൾ ആ ഒരു ബേസിലാണ് ചെയ്തിട്ടുള്ളത്. 31/3 അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാം 10,000, അതായത് 1,00,000-ൻ്റെ 10% ഇൻട്രസ്റ്റ്. അതിലൊന്ന് എൻ്റർ അടിച്ചാൽ തന്നെ കറക്റ്റായിട്ട് കാണും ചെയ്യാം. ഒരു എൻ്റർ കൂടെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 365 ദിവസത്തിനാണ് നമുക്ക് ടോട്ടലി 10,000 വരുന്നത്, ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഞാനിതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കാണിക്കാൻ പോകണം. അതായത് ഇനി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്, ഈ ലോണിൽ നമ്മളൊരു 10,000 രൂപ പേയ്മെൻറ്റ് നടന്നായിട്ട് കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോൺ നടന്ന് പേയ്മെൻറ്റ് നടന്നതിൻ്റെ ബാക്കി ബാലൻസ് നമുക്ക് ഇൻട്രസ്റ്റ് കാണാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സ് എടുത്ത ശേഷം പേയ്മെൻറ്റ് എടുത്തിട്ട് നമ്മളെ SBI ലോൺ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡെബിറ്റായിട്ട്. എന്നിട്ട് ഞാനൊരു 10,000 അടുത്ത് കൊടുക്കുകയാണ്. ഡെബിറ്റിൽ 10,000 കൊടുത്തു. ക്രെഡിറ്റായിട്ട് ഞാൻ കൊടുക്കേണ്ടത് ക്യാഷ്. ഓക്കെ, അപ്പോൾ ഇനി ഏകദേശം നമുക്ക് 90,000 എമൗണ്ട് ഉണ്ടാവുള്ളൂ അല്ലേ. അതായത് അവിടെ ബാലൻസ് കാണിക്കുന്നുണ്ടോ, കറണ്ട് ബാലൻസ് കാണിക്കണമെങ്കിൽ 90,000 നമുക്ക് എമൗണ്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗേറ്റ്വേ ഓഫ് ടാലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എടുത്ത് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ്, അതായത് നമ്മുടെ ഒരു ഡിസ്പ്ലേ മോർ റിപ്പോർട്ടിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ഇൻട്രസ്റ്റ് പേയബിൾ എടുത്ത് നോക്കാം. അതിൽ നമുക്കിപ്പോൾ കാണിക്കുന്നത് 27.3, നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ നേരെ Alt F2 അടിക്കുക. Alt F2 അടിച്ചിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് എത്ര ഉണ്ടെന്നുള്ള ഒരു വർഷത്തിൻ്റെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വന്നാണ്ടോ, നമ്മൾ ട്രാൻസാക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമ്മൾ അതിലൊന്ന് എൻ്റർ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണാം 27. നമ്മൾ ഫസ്റ്റത്തെ എത്രയായിരുന്നു 27.40, പിന്നെ 360, ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് 364 ദിവസത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8,975.34. ഇത് നമുക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഓർമ്മിക്കുക 89.75 8,975 ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് പറയാൻ വേണ്ടി. അതായത് നമ്മൾ ലോൺ എടുത്തത് 1,00,000ആണ്. ഇൻട്രസ്റ്റ് പെർ ഇയർ, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു നേരത്തെ കണക്കാക്കിയത് 10,000 ആയിരുന്നു. അതിൽ പേയ്മെൻറ്റ് നടന്നത് 10,000 രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ 1,00,000 നിന്ന് 10,000 കുറച്ച ബാക്കി 90,000 ആണ് അതിൻ്റെ എമൗണ്ട് ഉണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ ആ 90,000-ൻ്റെ 10% ആണെങ്കിൽ നമുക്കിനി 9,000 ആയിരുന്നു ആവേണ്ടിയിരുന്നത്. പക്ഷേ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞു, അതുകൊണ്ട് നമുക്കിനി ബാക്കി 364 ദിവസത്താണ് കണക്കാക്കുന്നത്. അപ്പോൾ 90,000, അതായത് 90,000 നമ്മൾ ഡിവൈഡ് ചെയ്തു. 90,000-ന് 364 ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 247 ഒരു ദിവസത്തെ പലിശല്ല, അതായത് ലോണിൻ്റെ എമൗണ്ട്. ഒരു ദിവസത്തെ ലോണിൻ്റെ എമൗണ്ട് 274 അത് 247. 247 × 364 നമുക്ക് ആ എമൗണ്ട് കിട്ടുന്നത്. ഇനി നമുക്ക് എമൗണ്ട് പെർ ഡേ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് 247. ഇനി 247 നമ്മൾ 10% ആക്കി കണക്കാക്കുമ്പോൾ 24.70 വരുന്നുണ്ട്. ഓക്കെ, 24.70, അതായത് ഒരു ദിവസത്തെ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്ര കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 90,000 നിന്ന് ഇനി ബാക്കി ബാലൻസ് നിന്ന് 90,000 നിന്ന് നമ്മൾ 24.70 കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ദിവസത്തെ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 89.75. ഓക്കെ, 9,000 നിന്ന് പിന്നെ 24.70 കുറച്ച് കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ബാക്കി നമുക്കുണ്ടാവുക 89.75 8,975. ഓക്കെ, ഏതാണ്ട് ആ എമൗണ്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കി നോക്കുക. കൂടുതൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം